നമസ്കാരം, സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ മൂഡിലേക്ക് കേരളം മാറിക്കഴിഞ്ഞിരിക്കുമ്പോൾ ഇരു മുന്നണികളും വളരെ സജീവമായി മത്സരക്കളത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന കടമ്പയിലേക്കാണ് അടുത്തത് കടക്കാനുള്ളത് മുന്നണികൾക്ക്, പ്രധാനപ്പെട്ട 3 മുന്നണികൾക്കും. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി ഏതൊക്കെ പ്രധാനപ്പെട്ട ഫിഗേഴ്സ് മത്സര രംഗത്തേക്ക് വരുന്നുണ്ട് എന്നാണ്. അതിനപ്പുറം ഏത് മുദ്രാവാക്യമാണ് കേരളത്തിൽ മുഴങ്ങിക്കേൾക്കാൻ പോകുന്നത്, ആരാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ അജണ്ട തീരുമാനിക്കാൻ പോകുന്നത് എന്ന വലിയ ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2 ടേം പൂർത്തിയാക്കുമ്പോൾ അവരുടെ ഭരണ മികവിന്റെ കഥകൾ ജനങ്ങളോട് പറയുന്നു. അതോടൊപ്പം തന്നെ അതേ തൂക്കത്തിൽ, അതേ ആഴത്തിൽ അവർ UDF എന്ന് പറഞ്ഞാൽ ഒരു വർഗീയ മുന്നണിയാണ് എന്ന്, അത് ജയിച്ചാൽ അവിടെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മുസ്ലിം സംഘടനകളാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരുതരം പ്രത്യേകതരം ഭീതി പരത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. UDF അവരുടെ 100 സീറ്റ് വിജയത്തിന്റെ ആത്മവിശ്വാസം പ്രകടമാക്കുന്നു. ഈ സർക്കാർ താഴെ വീഴും എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നു. ആത്മവിശ്വാസം അവരുടെ അണികൾക്കും അനുഭാവികൾക്കും നൽകുകയാണ്. ഇപ്പോൾ BJPക്കും അവരുടേതായ കളങ്ങളിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. ഈ വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏത് അജണ്ടയിലേക്കാണ് കേരളം പോകാൻ പോകുന്നത്, ഏത് മുദ്രാവാക്യത്തിലാണ് കേരളത്തിന്റെ പൊളിറ്റിക്സ് ഹുക്ക് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നതിനോടൊപ്പം VK സനോജ്, DYFI സംസ്ഥാന സെക്രട്ടറി, LDFന് വേണ്ടി OJ ജനീഷ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ, MP പ്രശാന്ത്, മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം VK സനോജ്, ഒരു വശത്ത് നിങ്ങൾ പ്രധാനമായി ഉയർത്തി കാണിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസന പരിപാടികൾ, ക്ഷേമ പദ്ധതികൾ. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ പ്ലസ് UDFനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ നിങ്ങൾ പ്രധാനമായും ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്ന ഈ സംഗതി ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, SDPI, മാറാട് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു പോലെയുള്ള ഭീതിജനകമായ കാര്യങ്ങളാണോ? ഇതിൻ്റെ ഒരു കോംബോയാണോ അവതരിപ്പിക്കാൻ പോകുന്നത്? വികസനം, ക്ഷേമം, UDFന്റെ മുസ്ലിം തീവ്രവാദം, ഇതാണോ നിങ്ങളുടെ ഒരു ആക്ഷൻ പ്ലാൻ? അല്ല, നിങ്ങൾ അതിനെ കോംബോ എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു തലത്തിലേക്കാണ് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ നിലയിൽ അല്ല ഞങ്ങളതിനെ കാണുന്നത്. ഞങ്ങളിതിനെല്ലാം വളരെ കൃത്യമായ രാഷ്ട്രീയ ഒഴുക്കത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്താണ് ജനങ്ങൾക്ക് മുമ്പിൽ മുൻനിർത്തുന്ന മുദ്രാവാക്യം എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൻ്റെ അടിസ്ഥാന വികസന മേഖലയിലും ക്ഷേമ രംഗത്തെല്ലാം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അത് വെറുതെ അങ്ങ് ഉണ്ടായതല്ല. വളരെ കൃത്യമായി നല്ല രാഷ്ട്രീയ ഉൾക്കാഴ്ചയോടുകൂടി ഓരോ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും കൃത്യമായ നമ്പർ ഇട്ടുകൊണ്ട് പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചിരുന്നു. ആദ്യത്തെ 5 വർഷം 600 കാര്യങ്ങളായിരുന്നു എണ്ണമിട്ട് പറഞ്ഞത്. അങ്ങനെ എണ്ണി 600 കാര്യങ്ങളും ഇതാ ചെയ്തു തീർത്തിരിക്കുന്നു. ഓരോ വർഷവും ചെയ്യുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചു. അങ്ങനെ 5 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു, ഇതാ വാക്ക് പാലിച്ച ഗവൺമെൻറ്റാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ചെയ്യാൻ കഴിയുന്നതേ പറയാറുള്ളൂ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാറുണ്ട് എന്ന് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ആളുകളും സാക്ഷ്യപ്പെടുത്തുന്ന നിലയുണ്ടായി. അങ്ങനെ 5 വർഷത്തെ ഭരണം കഴിഞ്ഞു, വീണ്ടും ഇലക്ഷൻ വന്നു. ഇതുപോലെയുള്ള വ്യാപകമായിട്ടുള്ള പ്രചാരവേലകൾ ഇടതുപക്ഷത്തിനെതിരായിട്ട് എല്ലാ മാധ്യമങ്ങളും വലതുപക്ഷം ഒന്നടങ്കം ആഞ്ഞുപിടിച്ച് നടത്തി. പക്ഷെ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വീണ്ടും 5 വർഷം ഇടതുപക്ഷത്തെ തന്നെ ചുമതലപ്പെടുത്തി ജനങ്ങൾ. ആ ചുമതലപ്പെടുത്തുന്ന സന്ദർഭത്തിൽ ഇടതുപക്ഷം പറഞ്ഞു, ഞങ്ങളിതാ 900 കാര്യങ്ങളാണ് ഈ 5 വർഷം കൊണ്ട് ചെയ്തു തീർക്കാൻ വേണ്ടി പോകുന്നത്. ആ കാര്യങ്ങൾ സംബന്ധിച്ചും ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ പ്രോഗ്രസ് റിപ്പോർട്ട് ഓരോ വർഷവും തയ്യാറാക്കി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 90% കൂടുതൽ കാര്യങ്ങൾ ആ ഭാഗത്തും ചെയ്തു തീർത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ ചെയ്ത കാര്യങ്ങൾ പറയുക, അത് ജനങ്ങൾക്ക് മുന്നിൽ കൂടുതൽ തുറന്ന സമീപനത്തോടു കൂടി അതിനുള്ള വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മുന്നോട്ട് നയിക്കുക, ഈ കാര്യമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമായിട്ടും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു ഭാഗത്ത് അത്തരം വികസനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തെ അപകടപ്പെടുത്തുന്ന മതവർഗീയ നീക്കത്തെയും ഞങ്ങൾ തുറന്നു കാണിക്കും. ഇന്നിപ്പോൾ ലോകത്തിലെ ഭീകരവാദ പ്രസ്ഥാനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് മുസ്ലിം ബ്രദർഹുഡ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജനീഷാണെന്ന് തോന്നുന്നു. ജനീഷിൻ്റെ അഖിലേന്ത്യാ നേതാവാണ് രാഹുൽ ഗാന്ധി പലപ്പോഴും കേരളത്തിലെ ഇന്ത്യയിലെ RSSനെ ലോകത്തെ മുസ്ലിം ബ്രദർഹുഡുമായിട്ടാണ് പലപ്പോഴും താരതമ്യപ്പെടുത്താറുള്ളത്. അപ്പോൾ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഇന്ത്യൻ പതിപ്പാണ് ഇവിടെയുള്ള RSS എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ആ മുസ്ലിം ബ്രദർഹുഡിൻ്റെ
ഇന്ത്യയിലെ ഒരു ശാഖയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയെ പല വഴിയിലും ന്യായീകരിക്കാനും അവരുടെ ചെയ്തികളെ എല്ലാ അർത്ഥത്തിലും ഇവിടെ വെള്ളപൂശാനും വേണ്ടിയിട്ട് സാക്ഷാൽ വി ഡി സതീശൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഇറങ്ങി. ഇന്നലകളിൽ കോൺഗ്രസ് അങ്ങനെ ഇറങ്ങിയിരുന്നില്ല. ഇപ്പോഴെന്താ ഇവിടെ പ്രശ്നം? ഇടതുപക്ഷത്തെ തറപറ്റിക്കാൻ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടും എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വരട്ടെ. പാലക്കാട് ബൈ ഇലക്ഷനിൽ SDPയുടെ ആളുകൾ വീട് വീടാന്തരം കയറി ആരാധനാലയങ്ങൾ കയറിയിട്ട് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ലഘുലേഖ വിതരണം ചെയ്തു. മാധ്യമപ്രവർത്തകർ, നിങ്ങളുടെ മീഡിയ മണ്ട ആൾ ചോദിച്ചത് എനിക്കറിയില്ല, പക്ഷേ മറ്റ് പല മാധ്യമപ്രവർത്തകരും സ്ഥാനാർത്ഥിയെ കിട്ടിയ അവസരത്തിൽ നേരിട്ട് പലതവണ ചോദിച്ചു, SDPയുടെ വോട്ട് വന്നത് ശരിയാണോ, നിങ്ങൾ അവരുടെ വോട്ട് സ്വീകരിക്കുന്നുണ്ടോ? പക്ഷേ SDP എന്ന് പേര് പറയാൻ തയ്യാറായിരുന്നില്ല. അപ്പം എല്ലാ അർത്ഥത്തിലും അവിടെ UDF അത്തരം ആളുകളെല്ലാം കൂട്ടി ജയിച്ച് ആദ്യത്തെ പ്രകടനം SDPയുടേതായിരുന്നു. കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക ഏന്തിയിട്ടുള്ള പ്രകടനമല്ല UDFനെ ആദ്യം വരവേറ്റത്. ജനങ്ങളോട് ആദ്യം നന്ദി പറഞ്ഞ് പ്രകടനം SDPയുടെ വോട്ട് നേടി എന്ന് മാത്രമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? അതായത് SDPയുടെ വോട്ട് സ്വീകരിക്കുമോ എന്ന് പച്ച മലയാളത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ മയക്ക് നീട്ടിയിട്ട് ആ സ്ഥാനാർത്ഥിയോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു SDPയുടെയും RSSന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല. ശരി, നിങ്ങൾ അങ്ങനെ പറഞ്ഞു. ആ സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ ഞാൻ ചോദിച്ചതാണ്, SDPയുടെ വോട്ട് അദ്ദേഹം ഒരു ധാരണ ഉണ്ടാക്കി വാങ്ങിയെന്ന് കരുതുക. ഒരു ധാരണ ഉണ്ടാക്കി SDPയുടെ വോട്ട് അവർ വാങ്ങിയെന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിൽ SDPക്ക് എത്ര വോട്ടുണ്ട്? ഇപ്പോൾ കിട്ടിയ ഭൂരിപക്ഷം എത്രയാണ്? അസ്വസ്ഥതയല്ല പറയുമ്പോ ലോജിക്കൽ ആവണം, അത് കണക്ക് കറക്റ്റ് ആയിരിക്കണം. SDPയുടെ വോട്ട് വാങ്ങി എന്നാണല്ലോ താങ്കൾ പറയുന്നത്. ശരി, വാങ്ങിയാൽ SDPക്ക് പാലക്കാട് എത്ര വോട്ടുണ്ട്? ഇദ്ദേഹത്തിന് എത്ര ഭൂരിപക്ഷം ഉണ്ടായിരുന്നു? ഞാൻ ഉന്നയിക്കുന്ന ഈ രാഷ്ട്രീയ പ്രശ്നത്തെ വോട്ടിന്റെ എണ്ണവുമായി താരതമ്യപ്പെടുത്തണ്ട. വോട്ടിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കും SDPക്കും നിർണായക സ്വാധീനമൊന്നും ഇല്ല. പക്ഷെ അവരുണ്ടാക്കുന്ന വർഗീയമായിട്ടുള്ള പ്രചരണവും അതുണ്ടാക്കുന്ന ഒരു ആശയ ലോകവുമുണ്ട്. ആ ആശയത്തിന്റെ പിന്നാലെ മുസ്ലിം സമൂഹത്തെ, മുസ്ലിം ലീഗിൽ അണിനിരന്നിട്ടുള്ള ആളുകളെല്ലാം അണിനിരത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, പാലക്കാട്ടെ ഇലക്ഷനിലെ മുസ്ലിം ലീഗിന്റെ റോൾ എന്താണ്? താങ്കൾ പറയുന്നത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഒക്കെ ചേർന്നുകൊണ്ട് അവിടുത്തെ മൈനോറിറ്റി മുസ്ലിം പോപ്പുലേഷനെ ആകമാനം എന്താണ് വർഗീയമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിച്ചു എന്നാണ്. അങ്ങനെയൊന്നുമല്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയണ്ട. ഞാൻ വളരെ കൃത്യമായും പറയാം, നിങ്ങൾ ഇടയിൽ പറയല്ല. ഞാനിവിടെ വളരെ കൃത്യമായി പറയുന്നത്, കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ, മുസ്ലിം മതസമൂഹത്തിനിടയിൽ വളർന്നു വന്ന സെക്കുലർ മനോഭാവത്തെ അതിനകത്ത് വിള്ളൽ വീഴ്ത്താൻ വേണ്ടിയിട്ട്, അതിനകത്ത് വിഷം കലർത്താൻ വേണ്ടിയിട്ട് SDPയും ജമാഅത്തെ ഇസ്ലാമിയും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആ കാര്യങ്ങൾ തുറന്നു പറയും. മറ്റൊന്ന്, ഒരു ഭാഗത്ത് RSS അതിൻ്റെ എല്ലാവിധത്തിലുള്ള കേന്ദ്രഭരണത്തിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരും പലതരത്തിൽ ജാതി സംഘടനകളെ വിലക്കെടുക്കുന്നു, പലതരത്തിൽ ഹിന്ദു സമൂഹത്തിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് മതസാമുദായിക ഭിന്നതയുണ്ടാക്കി അതിനകത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന നിലയിലേക്ക് കേരളത്തിൽ മതസാമുദായിക ഭിന്നത ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI പോലെയുള്ള സംഘടനകളെ UDF ചേർത്ത് നിർത്തുന്നു. ഞാൻ അതിന്റെ മറുപടി എടുക്കുന്നതിന് മുൻപ് സനോജ് ഒരു കാര്യം കൂടി പറയൂ. ഈ പറയുന്ന സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമി അതിലാണ് ഊന്നുന്നത്. ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നു, മാറാട് ആവർത്തിക്കാൻ പോകുന്നു എന്നാണ്. അപ്പോൾ മതസാമുദായിക സംഘർഷം ഉണ്ടാക്കുന്ന തരത്തിൽ, പരമത വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിൽ, കേരളത്തിന്റെ പൊതുവായ സാമൂഹിക ഐക്യം തകർക്കുന്ന തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുള്ള സംഗതികളെ ഉദാഹരിക്കാമോ? ജമാഅത്തെ ഇസ്ലാമി ഒരു ഘട്ടത്തിലും ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് ഇടപെടുന്ന സംഘടനയായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് തന്നെ ബഹിഷ്കരിക്കണം, സർക്കാർ ഉദ്യോഗം ബഹിഷ്കരിക്കണം, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ, മതരാഷ്ട്രം അല്ലേ, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നുള്ളത് ആരുടെ മുദ്രാവാക്യമാണ്? അപ്പൊ അത്തരം ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആ പ്രസ്ഥാനത്തിന് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നുള്ള മുദ്രാവാക്യം അല്ല, വെറുതെ എല്ലാം കൂടെ കയറ്റി പറഞ്ഞ പോലെ ഈ ചരിത്രമാണ് താങ്കൾ പറയുന്നെങ്കിൽ ചരിത്രപരമായ വസ്തുതകളുടെ കൃത്യത അതിനുണ്ടാവണം. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ UDF വർഗീയമായ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ പറയുന്നു. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയും UDFും ചേർന്ന് കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന
ഈ കമ്മ്യൂണൽ ഡിവൈഡിന്റെ ഒരു ഉദാഹരണം പറയാമോ എന്ന് എൻ്റെ ചോദ്യം. അത് തന്നെ ഞാൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയും SDP എല്ലാം SDP ജമാഅത്തെ ഇസ്ലാമി സൃഷ്ടിച്ച ഒരു ആശയ ലോകത്തിനാണ് കുറെ കൂടി അഗ്രസീവായിട്ട് നിലപാടുകൾ സ്വീകരിച്ചത്. SDP ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കലാപത്തിന്റെ എണ്ണം നമുക്കറിയാലോ. ജമാഅത്തെ ഇസ്ലാമി ഇതിനെല്ലാമായിട്ടുള്ള ആശയപരമായിട്ടുള്ള പിന്തുണയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് വിശദീകരിക്കും, ഞാൻ സമയം തരാം. ആശയപരമായ പിന്തുണ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? കേരളത്തിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സമുദായങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആസൂത്രിത ശ്രമങ്ങളും പദ്ധതികളും സംഘടനകളാണ്. കേരളത്തിന്റെ മതസാമുദായിക സാഹോദര്യത്തെ തകർക്കുന്ന തരത്തിൽ കേരളത്തിന്റെ മതസാമുദായിക സാഹോദര്യത്തെ തകർക്കുന്ന എന്ത് ഇടപെടലാണ് ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യം ചെയ്യുന്നത് എന്ന് വിശദീകരിക്കാമോ? ഒരു ഉദാഹരണമോ ഒരു കോണ്ടെക്സ്റ്റോ പറയാമോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദമാണ്. അപ്പം മതവും രാഷ്ട്രീയവും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാക്കി മതത്തിന് തന്നെ രാജ്യത്തിന്റെ ഭരണം കൈയാളാൻ കഴിയുന്ന ഒരു സങ്കല്പമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ പറയുന്നത് വീണ്ടും ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ചോദിച്ചാൽ അവർ പറയുന്നത് അവർക്ക് മതരാഷ്ട്രവാദമൊന്നും ഇല്ല എന്നാണ്. അതിന്റെ അമീർ കഴിഞ്ഞ ദിവസവും വാർത്താ സമ്മേളനത്തിൽ മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ അവർ മതരാഷ്ട്രവാദികളാണെന്ന് പറയുന്നു. നമ്മുടെ മുമ്പിൽ RSS ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഞാൻ ചോദിക്കുന്നതാണ്, നമ്മുടെ മുമ്പിൽ RSS ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ എക്സ്പ്ലിസിറ്റ് ആയി നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മുമ്പിൽ തുറന്നുണ്ട്. കനത്ത വർഗീയത പ്രസംഗിക്കുന്നു, പരമത വിദ്വേഷം പ്രസംഗിക്കുന്നു, കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നു, ആയുധം എടുക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഇവിടെ ഒരു സമുദായ നേതാവ് RSSന് വേണ്ടി ജില്ല തിരിച്ച് വർഗീയത പറയുന്നു, സമുദായത്തെ ആക്ഷേപിക്കുന്ന പണിയെടുക്കുന്നു. ആ നിലയ്ക്ക് UDF കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നിങ്ങൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യത്തിൽ നിന്ന് വരുന്ന പരമത വിദ്വേഷത്തിന്റെ സാമുദായിക വിഭജനത്തിന്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാമോ എന്നാണ് ചോദ്യം. അല്ലാതെ അവരുടെ ആശയ ലോകം മതരാഷ്ട്രമെന്നല്ലാതെ അവരെന്താണ് വിസിബിളി ഇവിടെ എന്ന ആശയം തന്നെ മതരാഷ്ട്രവാദം എന്ന ആശയം തന്നെ പരമത വിദ്വേഷമാണ്. മതരാഷ്ട്രവാദം എന്ന ആശയം തന്നെ ജനാധിപത്യ വിരുദ്ധമാണ്. അല്ല, അവരല്ലേ പറയുന്നത് അവർക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന്. അവർ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണെന്ന്. ജമാഅത്തെ ഇസ്ലാം അല്ല, അവർ RSS എന്താ പറയുന്നത്? ഞങ്ങൾ മതരാഷ്ട്രവാദത്തിന്റെ ആളെന്ന് പറയുന്നുണ്ടോ? RSS പറയുന്നില്ല. RSS പറയുന്ന മുഴുവൻ വർഗീയതയാണ്. RSS മൈക്ക് കെട്ടിവെച്ച് വർഗീയത പറയാണ്. RSS മൈക്ക് കെട്ടിവെച്ച് വർഗീയത പച്ചയ്ക്ക് പറയുന്നുണ്ട്. നിങ്ങൾ എത്ര തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാൻ ശ്രമിച്ചാലും ഞാനൊരു കാര്യം ചോദിക്കണമല്ലോ, RSSന്റെ മുസ്ലിം പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമി. ശരി, ഞാൻ ചോദിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും UDF-ഉം സംയോജിതമായി കേരളത്തിന്റെ മതനിരപേക്ഷതയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാതകം എന്താണെന്നാണ് എന്റെ ചോദ്യം. എന്തായിരുന്നു? അല്ല, ഞാൻ ചോദിക്കുന്ന RSS-ഉം അല്ല ജമാഅത്തെ ഇസ്ലാമിയും UDF-ഉം ബന്ധിതമായിക്കൊണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷതയോട് ചെയ്യുന്ന പാതകം എന്താണ്? പാതകം എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രവാദം എന്ന ആശയത്തിലേക്ക് മതനിരപേക്ഷമായിട്ടുള്ള സമൂഹത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള തുടർച്ചയായ ഇടപെടൽ ആശയമണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് വിശദീകരിക്കാമെന്ന് ചോദിക്കുന്ന കാര്യം അതിനനുസരിച്ചാണ് പല ഗ്രൂപ്പുകളും ഇവിടെ രൂപപ്പെടുന്നത്. മനസ്സിലായില്ല? ഞാൻ അത് വിശദീകരിക്കാമെന്ന് ചോദിക്കണം. എങ്ങനെയാണ് ഈ ഡിവൈഡ് ചെയ്യാനുള്ള പരിപാടി അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒളിഞ്ഞോ തെളിഞ്ഞോ ഈ UDF-നോട് ചേർന്നുകൊണ്ട് അവർ നടത്തുന്ന ഡിവൈഡ് പരിപാടി അവർ മുന്നോട്ട് വെക്ക്. മുസ്ലിം ബ്രദർഹുഡിനെ അംഗീകരിക്കുന്ന പ്രസ്ഥാനമല്ലേ അവർ സോളിഡാരിറ്റിയുടെ ഒരു മാർച്ച് കരിപ്പൂരിൽ നടത്തിയപ്പോൾ എന്തിനാണ് മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കന്മാരുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചത്? മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി തന്നെ പ്രസംഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ RSSനെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിം ബ്രദർഹുഡിനെ പോലെയുള്ള പ്രസ്ഥാനമാണ് RSS എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആഗോള ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിനെ ഉൾപ്പെടെ അംഗീകരിക്കുന്ന പ്രസ്ഥാനം. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് ചെയ്തെന്ന് ചോദിച്ചാൽ ഇവിടെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ അത്ര സ്വാധീനമായിട്ടില്ല. അവർ അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്ര സംഘമായതുകൊണ്ട് അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല നിങ്ങൾ പറയുന്നു. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സഖ്യവും സഹകരണവും ഉണ്ടാക്കിയ കാലം നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾ നേടിയതിൽ UDF-ന് അതൃപ്തിയും അസ്വസ്ഥതയും ഉണ്ടായിരിക്കുന്നു എന്ന് അഭിമാനത്തോടെ പറഞ്ഞ പിണറായി വിജയനെ നമുക്കിപ്പോഴും കേൾക്കാൻ കഴിയും. ദേശാഭിമാനി എഴുതിയ പുകഴ്വാക്കുകൾ നമുക്കിപ്പോഴും വായിക്കാൻ കഴിയും. അപ്പം നിങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നായിരുന്ന കാലത്ത് കേരളത്തിൽ എത്ര മാറാടുകൾ ആവർത്തിച്ചിട്ടുണ്ട്? ബാലൻ പറഞ്ഞ പോലെ അതൊക്കെ നിങ്ങളങ്ങ് പ്രചരിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഞങ്ങൾ കൂട്ടിയാർന്നിട്ടില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുക എന്ന നിലപാടൊക്കെയാണ് അവർ സ്വീകരിച്ചത്.
അപ്പോൾ ഏതൊരു തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൾപ്പെടെ വോട്ട് UDF കിട്ടിയിട്ടില്ല എന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലോ മറ്റോ പരാമർശിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിയും ഇടതുപക്ഷവും തമ്മിൽ പണ്ട് ബായി ആയിരുന്നു എന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി നോക്കിയാണ്. ഞങ്ങൾ ഇതുപോലെയുള്ള മതരാഷ്ട്രവാദ സിദ്ധാന്തവുമായിട്ട് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നമില്ല. അത് RSS ഹിന്ദു മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു. രണ്ട് മതതീവ്രവാദ സംവിധാനത്തോടും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്ന പരിപാടിയില്ല. ശരി, ഞാൻ പറയാം. OJ ജനീഷ്, നിങ്ങൾ ഈ കാണുന്ന ഒരു സ്ട്രാറ്റജി കാണുന്നു. അതായത് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഒരു വശത്ത് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വെക്കുന്നു, അതിൻ്റെ കൂടെ AK ബാലൻ അദ്ദേഹത്തിൻ്റെ ബീറ്റ് തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഇത് ഒരു മുസ്ലിം തീവ്രവാദ സംഘമായി മാറുകയാണ് UDF എന്ന് പറയാനാണ്. അവർ വന്നാൽ മാറാട് ആവർത്തിക്കപ്പെടുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പ്രത്യേക ഗ്രൂപ്പിനെ ഭയപ്പെടുത്താൻ പോലും ശ്രമിക്കുന്നത് കാണുന്നു. നിങ്ങൾ ഈ പ്രതിസന്ധിയെ എങ്ങനെ മാനേജ് ചെയ്യും? അല്ല, പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷത്തിലാണ്. ഇടതുപക്ഷത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള ഒരു വെപ്രാളത്തിലാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് ഈ CPM-ന്റെ തന്നെ ഉന്നതരായ നേതാക്കന്മാരൊക്കെ തന്നെ ശബ്ദം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഒരു ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളെല്ലാം തന്നെ CPM നേതാക്കന്മാർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കെ സുരേന്ദ്രന് ഒരു പത്രസമ്മേളനം നടത്താനുള്ള അവസരമെങ്കിലും ഒഴിവാക്കി കൊടുത്തിട്ട് വേണം ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്താൻ. കാരണം അവർ പോലും പറയാത്ത തരത്തിൽ ഇന്ന് കേരളത്തിനകത്തൊരു ഇസ്ലാമോഫോബിയ ഇന്ന് CPM തന്നെ നേരിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പലപ്പോഴും പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രചരണ വേലകൾ ഇവർ സ്വീകരിക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ വലിയ പരാജയം ഇടതുമുന്നണിയെ സംബന്ധിച്ചുണ്ടായി. ഇനി സ്വാഭാവികമായിട്ടും ഈ പ്രചരണം കൂടും. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശ്രീ A. വിജയരാഘവൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കന്മാരൊക്കെ നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ ഘട്ടങ്ങളിലും നിരന്തരമായി ഇവിടെ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ കോൺഗ്രസിനെയും UDF-നെയും ഒക്കെ ഇത്തരത്തിലുള്ള വർഗീയ ചാപ്പകൾ കുത്താനും അല്ലെങ്കിൽ ന്യൂനപക്ഷ മുഖങ്ങളായി ചിത്രീകരിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ സർക്കാരിന്റെ തന്നെ പല നിലപാടുകൾ കൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ സർക്കാരിൽ നിന്ന് അകലുന്നു എന്നുള്ളത് സർക്കാർ തിരിച്ചറിയുകയാണ്. അപ്പോൾ മറ്റൊരു പ്രീണനത്തിന് തുടക്കം കുറിക്കുകയാണ്. ഭൂരിപക്ഷ സമുദായങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. സത്യത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ വിഭജിക്കാനാണ് അധികാരത്തിന് വേണ്ടി ഇടതുമുന്നണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിവർക്ക് ഇടതുപക്ഷം എന്ന ഒരു രാഷ്ട്രീയ നിലപാടിന്റെ തെളിച്ചം ഈ മുന്നണിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ വിശ്വാസം ജനങ്ങൾക്ക് ഇവരോടും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നിലപാടുകളിലെ ഒരു ത്യാഗം ഇന്ന് ഇടതുമുന്നണിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അധികാരം നിലനിർത്താൻ വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന, നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന ഒരു സംഘമായി ഇന്ന് ഇടതുമുന്നണി മാറി എന്നുള്ളത് വളരെ പ്രകടമായ ഒരു കാര്യം തന്നെയാണ്. പിണറായി വിജയന്റെ വ്യക്തിഗതമായ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രചരണ പരിപാടികളും അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഭരണവും മുന്നോട്ട് കൊണ്ടുപോയി ഭരണം നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ മറ്റൊരാളെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമായി മാത്രമേ നമുക്കതിനെ നോക്കി കാണേണ്ടതായിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഈ സനോജ് ഈ ചർച്ചയുടെ തന്നെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് മുഖങ്ങൾ ആര്, മുദ്രാവാക്യങ്ങൾ എന്ത് എന്നുള്ളതായിരുന്നു. സനോജ് തന്നെ ഈ ചർച്ചയിൽ വളരെ പെട്ടെന്ന് തന്ത്രപരമായി തന്നെ ഇതിനെ ജമാഅത്ത് ഇസ്ലാമി വിരുദ്ധ ഒരു ചർച്ചയാക്കി മാറ്റി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്ക് 3 പതിറ്റാണ്ട് കാലഘട്ടത്തോളം ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് ഇടതുമുന്നണി വാങ്ങിയിട്ടുണ്ട് എന്ന് ജമാഅത്ത് ഇസ്ലാമി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദേശാഭിമാനിയിൽ പിണറായി വിജയൻ എഴുതിയ ലേഖനമുണ്ട്. പിണറായി വിജയന്റെ തന്നെ പത്രസമ്മേളനത്തിന്റെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ആരെയാണ് ഇവർ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? തങ്ങൾക്കൊപ്പമല്ലാത്ത ഘട്ടങ്ങളിൽ അങ്ങനെ അല്ലാത്ത ആകുന്ന ആളുകളെയൊക്കെ തന്നെ നിരന്തരമായി ഇത്തരത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പൊ സത്യത്തിൽ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇസ്ലാമോഫോബിയ പടർത്തുകയാണ്. അതിന് ജമാഅത്ത് ഇസ്ലാമി പ്രതിസ്ഥാനത്ത് നിർത്തി ഒരു പ്രചരണം നടത്തുന്നു. UDF വന്നാൽ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പ്രചരണത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ വീണു പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ സർക്കാർ എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കൃത്യമായി വിലയിരുത്തിയത് കൊണ്ടാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമുണ്ടായത്. ഇപ്പൊ സനോജിന്റെ സംസാരത്തിൽ നിന്നായാലും നമ്മളിങ്ങനെ നിരന്തരമായി ഇടതുമുന്നണിയുടെ പ്രചരണത്തിലായാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ പരാജയം ഇവരെ വല്ലാതെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. ഇവരെ വല്ലാതെ പകച്ചു നിൽക്കുകയാണ്. ഈ സംസ്ഥാനത്തിനകത്ത് വലിയ മുന്നേറ്റമാണ് UDF-നുണ്ടായത്. ഇവർ നടത്തിയ എല്ലാ PR പ്രവർത്തനങ്ങളും എല്ലാ തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ ജനങ്ങൾ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കാലങ്ങളായി വോട്ട് ചെയ്തിരുന്ന ആളുകൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ചിഹ്നത്തിൽ നിന്ന് വോട്ട് മാറ്റി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കടുത്ത ഇടതുപക്ഷ കോട്ടകളായ പല സീറ്റുകളും ഈ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ ഒരു വെപ്രാളം ഇവരിൽ ഇങ്ങനെ പ്രകടമാകുന്നുണ്ട്. പക്ഷേ നട്ടല് നിവർത്തി ആർജവത്തോടു കൂടി പിണറായി വിജയൻ സർക്കാരിനോട് നിങ്ങളുടെ നയങ്ങളും നിലപാടുകളുമാണ് ഈ പരാജയത്തിലേക്ക് നയിച്ചത് എന്ന് പറയാൻ ഇവർക്കാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുന്നത്. ഇപ്പൊ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ വിദ്യാഭ്യാസ മേഖല പരാജയമാണ്, ആരോഗ്യ മേഖല പരാജയമാണ്, തൊഴിൽ മേഖല പരാജയമാണ്, സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ്, സംസ്ഥാനത്തെ ക്രമസമാധാന നില പരാജയമാണ്. എല്ലാ മേഖലകളിലും
മേഖലകളിലും പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സർക്കാരിനെ ആക്ഷേപം ഉന്നയിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുമായി നിങ്ങൾക്കൊരു ബാന്ധവം സാധ്യമായിരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പൊളിറ്റിക്കൽ അലയൻസ് നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നാണ് അവർ ഉന്നയിക്കുന്ന ആക്ഷേപം. അതിൽ നിങ്ങളുടെ പൊസിഷനിങ് എന്താണ്? പൊസിഷൻ എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ തള്ളുകയാണോ, കൊള്ളുകയാണോ, അതോ ഒരു ന്യൂട്രൽ പൊസിഷൻ എടുത്ത് സ്കിപ്പ് ചെയ്യുകയാണോ? എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പോയിന്റ് എവിടെയാണ്? നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ്? അല്ല, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടല്ല, വെൽഫെയർ പാർട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ ചില ഘട്ടങ്ങളിൽ ചില പ്രാദേശികമായ നീക്കുപോക്കുകളെയാണ് സംബന്ധിച്ചാണ് സനോജ് പറയുന്നതെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ തവണ ഈ ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ നേതാവ് ഉൾപ്പെടുന്ന ഈ CPM പാർട്ടി എത്രയോ തവണ അവരുമായി ബാന്ധവം ഉണ്ടാക്കിയിട്ടുണ്ട്, പരസ്യമായി ഭരിച്ച പഞ്ചായത്തുകളുമായിട്ടുള്ളത്. അപ്പൊ ആ ഘട്ടങ്ങളിൽ ആക്ഷേപമാണ് ഇപ്പോൾ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെയാണ് ഈ പറയുന്ന ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നത്. അതെ, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJPയുമായിട്ടില്ല, പക്ഷേ RSS ആണ് നേരിട്ട് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ നയങ്ങളിലോ നിങ്ങളുടെ നിലപാടുകളിലോ നിങ്ങൾക്ക് ഒരു ബഹുസ്വരത ഇപ്പോൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നാട്ടിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നിരന്തരമായി ചില പ്രചരണങ്ങൾ നടത്തുന്നു, കുറേയേറെ കണക്കുകൾ അവതരിപ്പിക്കുന്നു. എന്നതിനപ്പുറത്തേക്ക് നാട്ടിലെ ജനങ്ങൾക്ക് നേരിട്ട് തൊട്ടനുഭവിക്കാവുന്ന, അവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരു വികസന പ്രവർത്തനവും നിങ്ങളെ സംബന്ധിച്ച് ഈ 9.5 വർഷ കാലഘട്ടത്തിനിടയിൽ വലിയ ടൈമാണ്. സംസ്ഥാനത്തിനകത്ത് തുടർച്ചയായി ഭരണം കിട്ടിയ ഒരു കാലമാണ് കഴിഞ്ഞു പോകുന്നത്. ആ കാലഘട്ടത്തിനിടയിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഈ സർക്കാരിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രാദേശിക തെരഞ്ഞെടുപ്പാണ് നടന്നതെങ്കിൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രകടമാകുന്ന, ഈ റിസൾട്ടിൽ നിന്ന് നമുക്ക് പ്രകടമാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വികാരം വളരെ പ്രകടമായിരുന്നു എന്നുള്ളതാണ്. അത് നേരിട്ട് രേഖപ്പെടുത്തപ്പെടാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഈ കഴിഞ്ഞ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ ഒരു സംഗതിയാണ് ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി UDF. ലോക്സഭയിലും അത് കാര്യമായിട്ട് പറഞ്ഞു. ഇപ്പൊ ഇവിടെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തദ്ദേശത്തിലും പറഞ്ഞു. പക്ഷെ അതങ്ങനെ വർക്കായതാണ് നമ്മൾ കാണുന്നില്ല. പാലക്കാട് തോറ്റു, നിലമ്പൂരിൽ തോറ്റു, പഞ്ചായത്ത് ഇലക്ഷനിലും തോറ്റു. അതിനുശേഷവും അങ്ങേ അറ്റത്തെ ആത്മവിശ്വാസത്തോടെ കവിഞ്ഞ വാക്കുകൾ ജമാഅത്തെ ഇസ്ലാമി ആൻഡ് മുസ്ലിം എക്സ്ട്രീമിസം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പറയുകയാണ്. സത്യത്തിൽ എന്താണ് ഈ LDFന്റെ ആ കോംബോയിലെ കോൺഫിഡൻസ് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ സനോജ് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ പോകുന്നത് കഴിഞ്ഞ 5 വർഷം ഈ ഗവൺമെൻറ് എന്തു ചെയ്തു എന്നതുള്ളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ഓരോ വർഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഈ പ്രചരണ ക്യാമ്പയിനിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ളൊരു ആത്മവിശ്വാസമുള്ള CPMനെ അല്ല കാണുന്നത്. കാരണം വളരെ നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള സംഘടന കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ എത്രമാത്രം സ്വാധീനമുണ്ട്, അവർക്ക് എത്രമാത്രം തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയെ അറിയുന്നവർക്ക് അല്ലെങ്കിൽ മുസ്ലിം സംഘടനയെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാം. പക്ഷേ നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുമ്പോൾ അതും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളുമാണ് പറയുന്നതെന്നുള്ളതാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിയെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമിയുടെ നയരേഖകളെക്കുറിച്ച്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അതിൽ ഈ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ, ഒരു കാര്യം പറയാം. ഒന്നിപ്പോൾ സനോജ് പറഞ്ഞ കാര്യം, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി അല്ല, അത് സിമിയുടെ മുദ്രാവാക്യമാണ്. സിമി എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ആ കാലഘട്ടത്തിൽ അത് വളരെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ SDPI ജമാഅത്തെ ഇസ്ലാമിയും ഒരേ സംഘടനകളാണെന്ന് പറയുന്നു. മുസ്ലിം ലീഗിനെ ഇതിൻ്റെ കൂടെ കൂട്ടുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ മുസ്ലിം സംഘടനകളെയും ഒരു തീവ്രവാദ മുദ്ര ചാർത്തുക എന്നുള്ള ഒരു പദ്ധതിയാണ് CPM നേതാക്കളിൽ നിന്നുണ്ടാകുന്നത്. അതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഈ മുദ്രാവാക്യം. എന്താണ് മുദ്രാവാക്യം എന്ന് ചോദിച്ചല്ലോ. ഇപ്പോൾ ഇന്നിപ്പം AK ബാലൻ പറഞ്ഞ കാര്യം, ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അത് നമുക്കറിയാം, യാഥാർത്ഥ്യമായി സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. രണ്ടാമത്തെ പ്രശ്നം അദ്ദേഹം പറയുന്നത് മാറാട് ആവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ മാറാട് ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, പല ഘട്ടങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2003 ആണ് ആ കൊലപാതകങ്ങൾ നടന്നത്. അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടുണ്ട്, അത് പിന്നീട് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു ലാർജർ കോൺസ്പിറസി എന്താണ് എന്നുള്ളത് CBIയും അന്വേഷിച്ചിട്ടുണ്ട്. അന്നൊന്നും ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് ഈ മാറാട് കലാപവുമായി ബന്ധപ്പെട്ടിട്ട് ആരും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അന്ന് നമുക്കറിയാം, അന്ന് CPM-ലെ നേതാക്കൾ പോലും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമിക്ക് മാറാട് കലാപത്തിലുള്ള പങ്ക് ഉള്ളതിനെക്കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ 2003 ഈ കലാപം ഉണ്ടാകുന്നത്. 2006 ഇലക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ഇമീഡിയറ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDF-നായിരുന്നു. പല പല നിയമസഭാ മണ്ഡലങ്ങളിലും കൃത്യമായി നമുക്കറിയാം. ഒന്ന് കുറ്റിപ്പുറത്ത് ജലീൽ ജയിച്ച ഉടനെ അദ്ദേഹം വന്നത് ഹീറോ സെൻറ്ററിൽ വന്നിട്ട് അമീറിനെ കാണുകയാണ് ചെയ്തത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നു എങ്കിൽ കൃത്യമായിട്ടുള്ള ഫാക്റ്റ് വെച്ച് വിമർശിക്കണം, അല്ലെങ്കിൽ അവരുടെ യാഥാർത്ഥ്യവുമായി ബോധവുമായിട്ടുള്ള ബന്ധമുണ്ടാവണം. അപ്പോൾ അങ്ങനെയില്ലാതെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ വാചകങ്ങൾ മറ്റൊരു രീതിയിൽ ഇന്ന് AK ബാലൻ പറയുകയാണ്. അപ്പോൾ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാൾ വന്ന് പറയുകയാണ്, ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ കലാപം ഉണ്ടാവുമെന്ന്. അത് വളരെ ഗുരുതരമായൊരു പ്രശ്നമല്ലേ? ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിയും, ഇനിയിപ്പോൾ പണ്ട് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്, ഇനിയും തെരഞ്ഞെടുപ്പുകൾ കഴിയും, അതിനുശേഷവും തെരഞ്ഞെടുപ്പ് വരും പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത്തരം പ്രസ്താവനകൾ, പ്രത്യേകിച്ച് മാറാട് പോലുള്ള ഒരു പ്രശ്നത്തിൽ, അത് കേരളീയ സമൂഹത്തിലുണ്ടാക്കിയ മുറിവുകൾ എത്ര മാത്രമാണ് എന്ന് ഞങ്ങൾക്ക് നേരിട്ടറിയാം. എത്ര കാലം കഴിഞ്ഞിട്ടാണ് മാറാട് സമാധാനമുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി അവിടെ നടന്ന ഉപരോധവും അത് നേരിടാൻ വേണ്ടി പോലീസ് സന്നാഹവും എത്രയോ മാസക്കാലം, വർഷക്കാലം അവിടെ പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓർമ്മയെ ഒരിക്കലും കേരളം മറക്കാൻ ശ്രമിക്കുന്ന ഒരു ഓർമ്മയെ ഒരു തെരഞ്ഞെടുപ്പ് വിധേയത്തിന് വേണ്ടി മാത്രം കൊണ്ടുവരിക എന്നുള്ളത്, അതും ആ മാറാട് സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഒരു സംഘടനയെ അതുമായി ബന്ധിപ്പിച്ചിട്ട് അവരധികാരത്തിൽ വന്നാൽ മാറാട് ആവർത്തിക്കുമെന്നൊക്കെ പറയുന്നത്, സനോജ് ആദ്യം പറഞ്ഞ പോലെ വികസനമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം, ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്, അങ്ങനെയാണ് നേരിടേണ്ടത്. ശരി. പക്ഷേ പ്രശാന്ത്, ഞാൻ ചോദിക്കുന്നതിനകത്ത് അപ്പം CPIM-നെ പോലെ ഇത്രയും ഗ്രൗണ്ട് ആക്സസ് ഉള്ള ഒരു പാർട്ടി ഈ അവരുടെ ഒരു സ്ലോഗൻസ് ഏതൊക്കെ വർക്ക് ചെയ്യും, ഏതൊക്കെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവും എന്നൊക്കെ അറിയാത്ത പാർട്ടിയല്ലല്ലോ. എന്നിട്ടും ഈ തുടരെയുള്ള പരാജയപ്പെട്ട സ്ട്രാറ്റജി അത് വീണ്ടും അതേ സംഗതി ആവർത്തിക്കാൻ തീരുമാനിക്കുന്നത് പിന്നിൽ ലക്ഷ്യങ്ങളുണ്ടാകുമോ, അതോ ഒരു പരാജയപ്പെട്ടവരുടെ ഒരു ഭ്രമം ഉണ്ടല്ലോ, കണ്ണിൽ കണ്ടതൊക്കെ എടുത്തു വീശുക, അത് നടക്കുന്നതാണോ കാണേണ്ടത്? അല്ല, ഇപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തിരിച്ചറിവുണ്ടാവും. കാരണം ഇത്തരം പ്രചരണങ്ങളിൽ നിന്ന്, കാരണം ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. അതാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ജാതകം നോക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് കാലത്തല്ലല്ലോ ചെയ്യേണ്ടത്. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ എത്രയോ കാലമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടം എന്താണ്, ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെടണം എന്നുള്ളത് മുസ്ലിം സംഘടന എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ CPM ചെയ്യുന്ന വലിയൊരു പാതകം എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതായിരുന്നു അവർ ലോക്സഭാ ഇലക്ഷന് ശേഷം നടന്നത്. അന്ന് തന്നെ പറഞ്ഞു ഇത് ആപൽക്കരമാണ്, ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ വലുതാക്കി ലാർജർ ദാൻ ലൈഫ് പിക്ചർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷവും ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് CPM അതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു പോകുമെന്നുള്ളതാണ്, വികസന രാഷ്ട്രീയത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഇടതുപക്ഷ മുന്നണിയുടെ രാഷ്ട്രീയമുണ്ടല്ലോ. അപ്പോൾ അത് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമുണ്ടല്ലോ. അത് ഇപ്പം പറയാം, അവർക്ക് ഞങ്ങൾ എല്ലാ തരത്തിലുള്ള വർഗീയതയ്ക്കും എതിരാണെന്നൊക്കെ പറയാം. പക്ഷേ ഒരു ഡിസ്പ്രൊപ്പോർഷനായിട്ടുള്ള ലെവലിൽ ഈ എന്തുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. അപ്പം വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അത് ഒരു ഇതുണ്ട്. പക്ഷേ AK ബാലനെ പോലെ ഒരു പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പറയുന്നത് അത് ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് ആവാൻ ഒരു സാധ്യതയുമില്ല. ഒരു സ്ട്രാറ്റജി ആയിട്ട് തന്നെ CPM ഇത് തുടർന്ന് ചെയ്യുന്നു എന്നാണ്. അല്ല സനോജ്, അത് നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണെന്ന് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ എത്ര നിഷേധിച്ചാലും അതൊരു കൺസോൾട്ടേഷന് നിങ്ങൾ ശ്രമിക്കുകയാണ് ഒരു ഭാഗത്ത്. കാരണം അങ്ങനെ മതനിരപേക്ഷതയോട് ആഞ്ഞ പ്രതിബദ്ധത കൊണ്ടൊന്നും അല്ല നിങ്ങളിത് പറയുന്ന എല്ലാവർക്കും അറിയാം. കാരണം അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം CPIM-ന്റെ പഴയ ഭാഷയിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പച്ചയായ വർഗീയതയെ തള്ളിപ്പറയാൻ നിങ്ങൾക്ക് കഴിയണമായിരുന്നു. അത് പറയാൻ പിണറായി വിജയൻ മുതൽ VK സനോജ് വരെ ആർക്കും കഴിയുന്നില്ല എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി അത് പറയട്ടെ എന്ന ഒരു അനുഭാവ സമീപനം എടുക്കുക. ഇപ്പുറത്ത് ഞങ്ങൾ ഇതിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പറയുക. അവർ കലാപം ഉണ്ടാക്കാൻ പോവുകയാണ്, മാറാട് ആവർത്തിക്കാൻ പോവുകയാണ്, റെസ്പോൺസിബിളായിട്ട് പോലും എന്തും കവിഞ്ഞു പറയാം എന്ന നില അപ്പുറത്തേക്ക് സ്വീകരിക്കുമ്പോൾ
ഇപ്പുറത്ത് വെള്ളാപ്പള്ളി പറയുന്ന കനത്ത വർഗീയതയെ നിങ്ങൾ തലോടുകയും ചെയ്യുക. അപ്പം നിങ്ങളുടെ ഒരു മാസ്റ്റർ പ്ലാൻ, കയ്യിലുള്ള നിങ്ങളുടെ വജ്രായുധം അല്ലെങ്കിൽ ഏകായുധം ഈ ഡിവൈഡ് പരിപാടിയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് സനോജ്? അതെ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വമുള്ള ചാനലിന്റെ അവതാരകൻ ഇതിൽ കൂടുതൽ മറ്റൊന്നും വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങളുടെ ആ നിലപാട്, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് നിങ്ങൾ വിശദീകരിച്ചോ, ഞാൻ എൻ്റെ നിലപാട് വിശദീകരിക്കും. അത്രയേ ആ കാര്യത്തിനകത്തുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ അയ്യോ സിമി അത് ഞങ്ങളുടെ സംഘടനയല്ല, അത് തന്നെയാണ് RSS പറയുന്നത്. RSS ഇപ്പം ചില കൊലപാതകങ്ങൾ ഉത്തരേന്ത്യയിൽ നടന്നപ്പോൾ അത് ഞങ്ങളല്ല, അത് ബജരംഗദളാണ്. ബജരംഗദളും RSS തമ്മിൽ ബന്ധമില്ല, അല്ലേ? ഗാന്ധിയെ കൊന്ന് ഞങ്ങളല്ല. ഗാന്ധിയെ കൊല്ലാൻ ഗോഡ്സേക്ക് ആശയങ്ങൾ കിട്ടിയത് എവിടെ നിന്നാണ്? ഗോഡ്സെ ആ നിലയിലേക്ക് കൊണ്ടുപോയത് ആരാണ്? RSSന്റെ ശാഖയിലല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായിട്ടുണ്ടാവുന്നത്. ഇപ്പോൾ താലിബാൻ ഭീകരതയെ, അല്ലേ? താലിബാൻ ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമാണ്. ആ താലിബാന്റെ നീക്കത്തെ താലിബാൻ വിസ്മയം എന്നല്ലേ പത്രം വിശേഷിപ്പിച്ചത്? നമ്മൾ മറന്നുപോയോ? അപ്പോൾ എല്ലാ അർത്ഥത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് വലിയ പിന്തുണ കൊടുക്കുന്നു ഇത്തരം മാധ്യമ പത്രവും നിങ്ങളുടെ ഈ ചാനലുമെല്ലാം. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് മറ്റെന്തെങ്കിലും ഒരു നിലപാട് പ്രതീക്ഷിക്കാൻ ഞാൻ ആളല്ല. ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ അങ്ങനെ കാണുകയും അത് UDF-നൊപ്പം ചേരുന്നു എന്ന് വിമർശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പറയാവുന്ന മാക്സിമം താങ്കൾ പറയുന്നു. എനിക്ക് അല്ല, ആ പൊസിഷൻ താങ്കൾ മനസ്സിലാക്കി തന്നു. അതായത് നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയോട്, സിമിയോട്, താലിബാനോട്, എല്ലാത്തിനോടും നിങ്ങൾക്കുള്ള സമീപനം വളരെ ക്ലിയർ ആണ്. നിങ്ങൾ കനത്ത ഭാഷയിൽ പറയുകയും ചെയ്യുന്നു. എൻ്റെ ചോദ്യം സിമ്പിളാണ്. നിങ്ങൾക്ക് മതനിരപേക്ഷതയുടെ ഒരു പ്രശ്നമാണ് അതെങ്കിൽ എന്തുകൊണ്ട് ഈഴവ സമുദായത്തെ മുൻനിർത്തി ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയെ RSSന്റെ പാളയത്തിൽ കൊണ്ടുപോയി കെട്ടിക്കൊടുത്ത പ്രതിബദ്ധത RSSനോട് മാത്രമാണ് എന്ന് ആവർത്തിച്ചു വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന, വംശീയത മാത്രം പ്രസംഗിക്കുന്ന ഒരാളോട് ഈ പറയുന്ന വാക്കും വാചകവും കൊണ്ട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല? അതാണ് നിങ്ങളുടെ കള്ളത്തരമെന്ന് ഞാൻ പറയുന്നത്. ആര് പറഞ്ഞു പറ്റുന്നില്ല എന്ന്? വെള്ളാപ്പള്ളി നടേശൻ എന്താ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണോ? നിങ്ങൾ OJ ജനീഷോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. ഒരു ദിവസം 3 തവണ നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറയുന്ന നമ്മുടെ ശശി തരൂർ ഉണ്ടല്ലോ, അയാൾ കോൺഗ്രസിന്റെ ഏത് കമ്മിറ്റിയിൽ അംഗമാണ്? വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമാണ്, അല്ലേ? വർക്കിംഗ് കമ്മിറ്റി എന്താ? ആ ചോദ്യം അപ്പുറത്തില്ലാത്തത്? ആ ചോദ്യമുണ്ട്. വെള്ളാപ്പള്ളിയോടുള്ള സമീപനത്തിലെ ചോദ്യമുണ്ട്. ആ ചോദ്യവുമുണ്ട്, വെള്ളാപ്പള്ളിയോടുള്ള സമീപനത്തിലെ ചോദ്യമുണ്ട്. അല്ല, ആ ചോദ്യം ചോദിക്കും. ഞാൻ വെള്ളാപ്പള്ളിയിലേക്ക് വന്നതേ ഉള്ളൂ. സനോജെ, നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും മുസ്ലിം ബ്രദർഹുഡിനെ കുറിച്ചും പറഞ്ഞു, താലിബാനെ കുറിച്ച് പറഞ്ഞു, സെമിയെ കുറിച്ച് പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇനി പറ. ഇന്നും പറയും, നാളെയും പറയും. എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. പറഞ്ഞിട്ടില്ല. എവിടെ പറഞ്ഞിട്ടുണ്ട്? വെല്ലുവിളി പിന്നെ നിങ്ങൾ പറയുമ്പല്ലേ ആര് പറഞ്ഞിട്ടില്ലെന്ന്? വെള്ളാപ്പള്ളിയുടെ എല്ലാ വർഗീയ നിലപാടുകളോടും ശക്തമായ നിലയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വെള്ളാപ്പള്ളി വർഗീയത പറയുന്ന ആളാണെന്ന്, വെള്ളാപ്പള്ളി ഒരു വർഗീയ പ്രചാരകനാണ് എന്ന് താങ്കൾ പറയും. ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കൂ. വെള്ളാപ്പള്ളി ഒരു വർഗീയ പ്രചാരകനാണെന്ന് DYFI പറയും. വെള്ളാപ്പള്ളി വർഗീയത പ്രചരിപ്പിച്ചാൽ ആ വർഗീയ പ്രചരണം തെറ്റാണ് എന്ന് പറയാനുള്ള ഇച്ഛാശക്തിയും പ്രചരിപ്പിച്ചാൽ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനോ അല്ലയോ? നരേന്ദ്രമോദിയെ പുകഴ്ത്തിയിട്ട് സനോജെ, ഞാൻ ചോദിക്കുന്നത് വെള്ളാപ്പള്ളി ഒരു വർഗീയ പ്രചാരകനോ അല്ലയോ എന്നാണ്. ഈ ചാനൽ ചർച്ച ഒരാൾ പങ്കെടുക്കുന്നു, ചോദ്യം അങ്ങോട്ടില്ല. ആ ചോദ്യം ചോദിക്കും, ചോദിക്കാതെ വിടില്ല. എന്റെ ചോദ്യം ഇതാണ്. വെള്ളാപ്പള്ളി BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയെ RSSുമായി ബന്ധിപ്പിച്ച വംശീയ പ്രസ്താവന നടത്തുന്ന വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനോ അല്ലയോ? അത് ചോദിക്കുമ്പോൾ വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞാൽ ഞങ്ങൾ എതിർക്കും, അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് കേരളം മുഴുവൻ കണ്ടതാണ്, അപ്പൊ ആര് പറഞ്ഞാലും എതിർക്കും എന്നൊക്കെ പറഞ്ഞു ഉള്ളതാണ്. വെള്ളാപ്പള്ളി SNDPയുടെ നേതാവാണ്. വർഗീയ പ്രചാരകനാണോ? ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരുന്നു. വർഗീയ പ്രചാരകനാണോ? ഘടകവിരുദ്ധമായ നിലപാട് എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് CPIM എന്താണ് സനോജെ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായ നിലപാട് അദ്ദേഹം എടുക്കുന്നുണ്ടോ? അതിന് ചോദ്യം. അദ്ദേഹത്തോട് ശക്തമായ വിയോജിപ്പ് ആ കാര്യത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് കാര്യത്തിൽ? മറുവശത്ത് നിങ്ങൾ വർഗീയവാദി എന്ന് വിളിച്ചല്ലോ. ഏത് കാര്യത്തിലാണ്? ഞാൻ ചോദിക്കുന്ന വെള്ളാപ്പള്ളി ഒരു വർഗീയ പ്രചാരകനാണ് എന്ന് DYFI കരുതുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണ് എന്ന് പറയുന്നു,
ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണെന്ന് പറയുന്നു, UDF വർഗീയമാണെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, വെള്ളാപ്പള്ളി നടേശൻ ഒരു RSS പക്ഷപാതിയായ വർഗീയ പ്രചാരകനായി മാറിയിട്ടുണ്ട് എന്ന് DYFI കരുതുന്നുണ്ടോ? വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞാൽ വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതാണ്, അത് തള്ളിക്കളയണം. പറഞ്ഞോ ഇല്ലയോ? ഡിവൈഎഫ്ഐയുടെ ബോധ്യം എന്താണ്? എന്റെ ചോദ്യം, വെള്ളാപ്പള്ളി വർഗീയത പറയുന്നുണ്ടോ ഇല്ലയോ? എന്താണ് ഡിവൈയുടെ ബോധ്യം? എന്താ ബോധ്യം? അല്ലാണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു മാധ്യമ പ്രവർത്തകന്റെ പേരെടുത്തിട്ട് ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഞങ്ങൾ ഈ 3 ദിവസം മുന്നേ പ്രസ്താവന കൊടുത്തല്ലോ. ആര് പറഞ്ഞു? ഞാൻ നേരെ തിരിച്ചു ചോദിക്കാം. കൊടുത്ത പ്രസ്താവന എന്താണ്? നിങ്ങൾ കൊടുത്ത പ്രസ്താവനയിലെ വാചകങ്ങൾ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അതേ വാക്കുകൊണ്ട്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അതേ മൂർച്ച കൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്? പരസ്യമായ പ്രസ്താവനയാണ്. സനോജ, താരതമ്യങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നില്ല. താരതമ്യങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത താരതമ്യമാണ് സനോജ പറഞ്ഞിരിക്കുന്നത്. എല്ലാ വർഗീയവാദികൾക്കെതിരായിട്ടും ശക്തമായ നിലപാട് ഉന്നയിക്കും. അപ്പൊ ശക്തമായ നിലപാട്. അപ്പൊ വെള്ളാപ്പള്ളി വർഗീയവാദിയാണ്. അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞ അതേ യുക്തിയാണെങ്കിൽ വെള്ളാപ്പള്ളി വർഗീയവാദിയാണ്. വെള്ളാപ്പള്ളി അല്ല, നിങ്ങൾ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണ്, ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണ്, UDF വർഗീയവാദമാണ്. അങ്ങനെയാണെങ്കിൽ BJP രണ്ടും വെള്ളാപ്പള്ളി ഒരു വർഗീയ പ്രചാരകനായി മാറിയിരിക്കുന്നു എന്ന് DYFI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞായിട്ട് എനിക്ക് കൊടുക്കാം. വെള്ളാപ്പള്ളി വർഗീയത പറയുന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളിക്കെതിരായി ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആരായി? നിങ്ങളിത് കേരളത്തിലൊന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ടെങ്കിൽ എന്നല്ല, വെള്ളാപ്പള്ളി ഒരു വർഗീയ പ്രചാരകനായി മാറി, വെള്ളാപ്പള്ളി ഒരു വർഗീയ പ്രചാരകനായി മാറി എന്ന് DYFI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതായി എനിക്ക് താഴെ എഴുതി കാണിക്കാമെന്നാ ചോദിക്കുന്നത്. ഞാൻ എന്ത് പറയണം? ഞാനല്ലേ പറയണം. ഞങ്ങൾക്ക് ആ കാര്യം സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അത് നിങ്ങൾക്ക് വായിക്കാൻ വേണം. നിങ്ങളുടെ ഫോൺ നോക്കിയാൽ വായിക്കാൻ പറ്റും എന്താണ് ഞങ്ങൾ പറഞ്ഞ നിലപാട് എന്ന്. നേരത്തെ മലപ്പുറം കാര്യം സംബന്ധിച്ച് വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറയാനും പറ്റത്തില്ല. പറഞ്ഞിട്ടില്ലാതെ വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനാണെന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കാണിക്കും. വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കാണിക്കേ. വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനായി പറഞ്ഞിട്ടുണ്ട്. VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ പേര് പോലും പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ പറയിപ്പിക്കുന്നതാണ്. ശരി, OJ ജനീഷേ, CPM-ന് ആ കാര്യത്തിലുള്ള പരിമിതി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനാണെന്ന് ചോദിച്ചാൽ, വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എതിർക്കും എന്ന് പറയാനേ അവർക്ക് പറ്റുന്നുള്ളൂ. കാരണം അവരെടുത്തിരിക്കുന്ന പൊസിഷൻ അതാണ്. ജനീഷ, നിങ്ങളുടെ പൊസിഷൻ എന്താണ്? നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന്? നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് DYFI സംസ്ഥാന കമ്മിറ്റിയുടെ പേജിൽ ഒന്ന് പോകൂ. ഞങ്ങൾ വെള്ളാപ്പള്ളിക്കെതിരായി സ്വീകരിച്ച നിലപാടുകൾ സംബന്ധിച്ച് വളരെ സുവ്യക്തമായി ഞങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനാണെന്ന് പറഞ്ഞോ? ഞങ്ങൾക്കില്ല. ഞാൻ തിരിച്ചു പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയവാദിയായിട്ടുള്ള നരേന്ദ്രമോദിയെ ഈ DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേജിൽ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വരുന്നത് 3 ദിവസം മുൻപാണ്. മാധ്യമപ്രവർത്തകൻ റഹീസ് റഷീദിനെ തീവ്രവാദിയെന്ന് ആക്ഷേപിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നാണ് അതിന്റെ ആദ്യ വരി. അല്ല, മാധ്യമപ്രവർത്തകൻ റഹീസ് റഷീദിനെ തീവ്രവാദിയെന്ന് ആക്ഷേപിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നാണ് അതിലെ ആദ്യ വരി. അതിൽ ആരാണ് വിളിച്ചതെന്ന് പറയുന്നില്ല കേട്ടോ. ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ശ്രീനാരായണ ധർമ്മത്തിന് വിരുദ്ധമാണ്. അപ്പോഴും ആരാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. മതജാതി ഭിന്നതകൾ ഉണ്ടാക്കി നാടിനെ കീഴ്പ്പെടുത്താനുള്ള സംഘപരിവാർ ജമാഅത്തെ ഇസ്ലാമി പരിശ്രമങ്ങൾക്കെതിരെ എല്ലാ വിഭാഗം ജനങ്ങളും യോജിച്ച് ശക്തമായ പോരാട്ടവും ആശയസമരവും തീർക്കണം. അപ്പോഴും ആരാണെന്ന് സംശയം, ജമാഅത്താണോ അതോ ഇനി വെള്ളാപ്പള്ളിയാണെന്ന്? അത്തരം പരിശ്രമങ്ങളെ വിഫലമാക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവാൻ പാടില്ല. ഏതുതരം വർഗീയ രാഷ്ട്രീയത്തെയും തുറന്നു കാണിക്കേണ്ട കാലത്ത് രാഷ്ട്രീയ ഭിന്നതകൾക്കും അഭിപ്രായ ഭിന്നതകൾക്കുള്ള മറുപടി വർഗീയ ചാപ്പകളല്ല എന്ന് സമൂഹം തിരിച്ചറിയേണ്ട കാലം കൂടിയാണിത്. വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം പ്രസ്താവന തിരുത്തണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെടുന്നു. വെള്ളാപ്പള്ളി വർഗീയവാദിയാണ്, വർഗീയ പ്രചാരകനായി മാറിയിരിക്കുന്നുവെന്ന് ജമാഅത്തെ ഇസ്ലാമിയെ ആക്ഷേപിക്കുന്ന അതേ നാക്കും ഊർജവും കൊണ്ട് പറയാൻ ഈ പ്രസ്താവനയിൽ പറ്റിയിട്ടില്ല. തിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ വെള്ളാപ്പള്ളിയോട്. വെള്ളാപ്പള്ളി നിങ്ങൾ പറയുന്ന വർഗീയതയാണ് എന്ന വാചകം ഇതിലില്ല.
നിങ്ങളുടെ ഈ ആവേശത്തിന്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ തിരിച്ചറിയാനുള്ള ശേഷിക്ക് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ വല്ലാതെ ആവേശങ്ങളുണ്ടാ. ഇതേ ചർച്ചയിൽ കോൺഗ്രസിന്റെ വക്താവ് നിങ്ങളെ STP എന്ന് വിളിച്ചല്ലോ, ഓർമ്മയില്ലേ? എന്തിനെ മുൻനിർത്തിയിട്ടാ വിളിച്ചത്? നിങ്ങൾ STPയുടെ കൊടിയെടുത്ത് പ്രകടനം നടത്തി കണ്ടിട്ടാണോ? നിങ്ങളുടെ മതം, നിങ്ങളുടെ പേര് നോക്കിയിട്ടാണ് വിളിച്ചത്. അതിന് ഡിവൈഎഫ്ഐ പറഞ്ഞ പോലെ ഇത്ര അഴകുഴമ്പൻ മറുപടിയല്ല. അതിന് ഡിവൈഎഫ്ഐ പറഞ്ഞ പോലെ ഇമാതിരി അഴകുഴമ്പൻ മറുപടിയല്ല, നല്ല തെളിച്ചമുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡിവൈഎഫ്ഐ വെള്ളാപ്പള്ളിയോട് പറഞ്ഞ പോലത്തെ അഴകുഴമ്പൻ മറുപടിയല്ല, നല്ല തെളിച്ചമുള്ള മറുപടി കോൺഗ്രസ് നേതൃത്വത്തോടും കോൺഗ്രസിന്റെ നേതാവിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ പുറത്തെ ഇത്തരം ഡിവൈഎഫ്ഐയുടെ അഴകുഴമ്പൻ മറുപടി അല്ല ഞാൻ പറഞ്ഞത്. അതിന് ഡിവൈഎഫ്ഐയുടെ അഴകുഴമ്പൻ മറുപടി അല്ല അതിന് ഞാൻ പറഞ്ഞത്. ചോദ്യം അപ്പോ സനോജ് ഡിവൈഎഫ്ഐയുടെ മറുപടി അല്ല. നിങ്ങൾക്ക് നോക്കാം, കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവന വേണ്ട, അത് ഞങ്ങൾ കേട്ടുകൊള്ളാം. കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് ഞാൻ പറഞ്ഞ മറുപടിയെ കുറിച്ച് എന്നോടല്ലേ ചോദിക്കുന്നത്? OJ ജനീഷ് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ വെള്ളാപ്പള്ളിയെ കുറിച്ച്? OJ ജനീഷ് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ വെള്ളാപ്പള്ളിയെ കുറിച്ച്? നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ വെള്ളാപ്പള്ളിയെ കുറിച്ച്? വെള്ളാപ്പള്ളിയെ കുറിച്ച് കനത്ത ഭാഷയിൽ വല്ലതും പറയാനുണ്ടോ? ശ്രീ സനോജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ബാലൻസിങ് പൊളിറ്റിക്സ് ആണ്. സനോജ് നിരന്തരമായി പറയാൻ ശ്രമിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രസ്താവന കൊടുത്തു. ആ പ്രസ്താവന ഇപ്പൊ അങ്ങ് വായിക്കുകയും ചെയ്തു. ആ പ്രസ്താവനയിൽ പോലും അവിടെയും കൊണ്ടുവന്ന് ജമാഅത്ത് ഇസ്ലാമിയെ പേര് കൊണ്ടുവന്ന് ഒരു ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ വീണ്ടും ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ആ വിഷയത്തെ സംബന്ധിച്ച് ആരാണ് ഇതിനെ പലപ്പോഴും ഇദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ന്യായീകരിക്കാറുള്ളത്? ഇദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഒരുപക്ഷെ പല രീതികളിലും വളരെ വിപരീത ഫലമുണ്ടാക്കുന്ന രീതിയിൽ വന്ന് പതിക്കുമ്പോഴും ഈ സമൂഹത്തിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കുന്ന രീതിയിലേക്ക് ആ പ്രസ്താവനകൾ മാറുന്ന ഘട്ടത്തിലൊക്കെ ആരാണ് അതിനെ ഒന്ന് ന്യായീകരിച്ചിട്ടുള്ളത്? അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, അതല്ലെങ്കിൽ AK ബാലനാണ്, അതല്ലെങ്കിൽ ഗോവിന്ദ മാഷാണ്. ഇങ്ങനെ പലപ്പോഴും പല ഘട്ടങ്ങളിലും ഈ വെള്ളാപ്പള്ളി നടേശനാണ് CPIന്റെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ വർത്തമാനം പറയുന്നുള്ള ആക്ഷേപം കേൾക്കുന്ന ആൾ. ആ വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരമത വിദ്വേഷവും വർഗീയതയുമാണെന്ന് പറയാൻ നിങ്ങൾക്കും പേടിയല്ലേ? ആരും ഭയക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയല്ല ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ അത് സംപ്രേഷണം ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങളെല്ലാം പറഞ്ഞത് എന്താണ്? കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനകളും ആരിൽ നിന്നുണ്ടായാലും അത് സ്വീകരിക്കാൻ സാധിക്കില്ല. വർഗീയത പറയുന്നതിനെതിരെ ആശയപരമായ സമരം ചെയ്യുന്ന കേരളത്തിലെ എല്ലാ യുവജന പ്രസ്ഥാനങ്ങൾക്കും കേരളത്തിന്റെ മതസാമുദായിക നേതാക്കന്മാരെ സംബന്ധിച്ച് കേരളത്തിന്റെ മതസാമുദായിക നേതാക്കന്മാരെ നേതൃത്വങ്ങളെ അവരുടെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള വംശീയ ആക്ഷേപങ്ങളും പ്രസ്താവനകളും കേരളത്തിന്റെ മുമ്പിലുണ്ട്. ജനീഷ് വെള്ളാപ്പള്ളി നടത്തിയ വംശീയ ആക്ഷേപങ്ങൾ അപ്പൊ നിങ്ങൾ ആര് നടത്തിയാലും എന്നൊക്കെ പറഞ്ഞതിനാ വളയുന്നേ? ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് പറ. വളരെ കൃത്യമായി തന്നെ അതിനെയും അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ സംസാരിച്ചപ്പോഴും പറഞ്ഞത്. കേരളത്തിന്റെ പൊതു മനസ്സിനെ വിഭജിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അത് വെള്ളാപ്പള്ളിയിൽ നിന്നല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നല്ല, AK ബാലനിൽ നിന്നല്ല, ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് യു കോൺഗ്രസിന്റെ നിലപാട്. മതവർഗീയമായ ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കാൻ ഈ നാടിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കുന്ന രീതിയിലേക്ക് അത്തരത്തിലുള്ള പ്രസ്താവനകൾ ലെജിറ്റിമൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒരു യുവജന സംഘടനകൾക്കുമില്ല, കേരളത്തിന്റെ രാഷ്ട്രീയ സമൂഹത്തിനുമില്ല. അതിനെ ന്യായീകരിക്കുന്ന പലപ്പോഴും സംസ്ഥാന അധ്യക്ഷന് പോലും യൂത്ത് കോൺഗ്രസിന്റെയും ഡിവൈഎഫ്ഐയുടെയും സംസ്ഥാനത്തെ അധ്യക്ഷന്മാർക്ക് വെള്ളാപ്പള്ളിയെ കുറിച്ച് ഒരു വാക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി ഇപ്പോഴും ഈഴവ സമുദായത്തിന്റെ താല്പര്യ സംരക്ഷകനായി അല്ലെങ്കിൽ ഒരു പ്രതിനിധാനമായി ഇവരെല്ലാവരും വല്ലാതെ വാല്യൂ ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ VS അച്യുതാനന്ദൻ അങ്ങനെ കണ്ടിട്ടില്ല. VS അച്യുതാനന്ദൻ വെള്ളാപ്പള്ളിയെ വ്യക്തിയായ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് വെള്ളാപ്പള്ളി VSനോട് പരിക്കും പറ്റിയിട്ടില്ല. പക്ഷെ ഇവരൊക്കെ ഈ ഭയപ്പെടുന്നത് എന്തായിരിക്കും ശ്രീ പ്രശാന്ത്? യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് ഞാൻ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തില് തെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുന്ന ഘട്ടത്തിൽ ആരെയും പിണക്കേണ്ട എന്ന വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സമീപനമാണത്. അത് അങ്ങനെ ഒരു സമീപനം കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. ആര് പറഞ്ഞാലും അത് തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം ഇന്നയാൾ ഇന്നത് പറഞ്ഞു, വെള്ളാപ്പള്ളി പറഞ്ഞത് ഈ കാര്യം തെറ്റാണ്, അതിനോട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പറയാനുള്ള കെൽപ്പില്ലാത്ത കാലത്തോളം
CPM-ന്റെ പ്രീണനത്തെക്കുറിച്ച് പറയാനോ CPM-ന്റെ നിലപാടുകളെക്കുറിച്ച് പറയാനോ യൂത്ത് കോൺഗ്രസിനോ കോൺഗ്രസ് നേതാക്കന്മാർക്കോ പറയില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസിലെ 1-2 നേതാക്കന്മാരെങ്കിലും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്, വെള്ളാപ്പള്ളിയെക്കുറിച്ച് വളരെ നിശ്ചിതമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് പോലുള്ള ആളുകൾ അവരാണ് പറയേണ്ടത് വാസ്തവത്തിൽ. കാരണം ഇത് കേരളത്തിലെ മൊത്തം ജനതയ്ക്കറിയാം എന്തിനു വേണ്ടിയാണ് വെള്ളാപ്പള്ളി പറയുന്നത്, ആരാണ് വെള്ളാപ്പള്ളിയെക്കൊണ്ട് പറയിക്കുന്നത്, ആരാണ് അതിൻ്റെ ബെനിഫിഷ്യറി, എന്തിനു വേണ്ടിയിട്ടാണ് പറയിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പകൽ പോലെ യാഥാർത്ഥ്യമായിരിക്കുന്ന സമയത്ത് ഏതായാലും വോട്ട് നഷ്ടപ്പെടും എന്ന ഒരു വേവലാതിയിൽ, വാസ്തവത്തിൽ അങ്ങനെ ഒരു വേവലാതിയുടെ ആവശ്യമേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകൾ നമ്മെ ബോധ്യപ്പെടുത്തിയത് വെള്ളാപ്പള്ളി പ്രദേശം വിചാരിച്ചാൽ കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ്. കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് ഫലം മനസ്സിലാക്കുന്നത്, ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് വിജയം UDF-ന്റെ വിജയം മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വലിയൊരു ഫിഗറായി കൊണ്ടുവച്ചിരിക്കുന്ന ഇദ്ദേഹത്തെ അങ്ങനെയല്ല ഈ കേരളത്തിലെ ജനത ചിന്തിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശം പറയുന്നത് പോലെയാണ് എന്നൊരു തെറ്റിദ്ധാരണയാണ്. ഇനിയെങ്കിലും രാഷ്ട്രീയ നേതൃത്വം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ തള്ളിക്കളയണം. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പിലുള്ള സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വരും, 100 സീറ്റ് കിട്ടും എന്നൊക്കെ പ്രതീക്ഷ വെക്കുമ്പോൾ അതിന് ചെറിയൊരു കോട്ടം തട്ടാൻ പറ്റാനുള്ള ഒരു പ്രസ്താവനയായി പോകണ്ട എന്ന് പേടിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ പോലും അങ്ങനെ നിലപാടെടുക്കുന്നത്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് കഴിഞ്ഞകാല അനുഭവം. കവിഞ്ഞ് പേടിക്കേണ്ട ഒരു വലിയ സംഭവമായിട്ട് വെള്ളാപ്പള്ളിയെ എന്തുകൊണ്ട് എടുക്കുന്നുള്ള ഒരുപക്ഷെ വെള്ളാപ്പള്ളി ഒരു ടൂളായിരിക്കാം. നമുക്ക് നോക്കാം. ഒരിടവേള ഞാൻ എടുക്കുന്നത്, വേഗം തിരിച്ചു വരാം. വീണ്ടും സനോജ്, ഒരിക്കൽ കൂടി നമ്മൾ ആ പഴയ പോയിന്റിലേക്ക് വീണ്ടും വരികയാണ്. ഈ സംഗതി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നിലമ്പൂരിൽ പറഞ്ഞതാണ്, നിങ്ങൾ പാലക്കാട് പറഞ്ഞതാണ്, നിങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതാണ്. എന്നിട്ടും നിങ്ങൾക്ക് ഇതിൽ ജനങ്ങൾ കൺവിൻസ്ഡ് ആയില്ലല്ലോ. ഈ പറയുന്ന UDF-ന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം നിങ്ങൾ തോറ്റുപോകാണല്ലോ ചെയ്തത് ഇത് പറഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം. എന്നിട്ട് വീണ്ടും പറയുന്നതിൻ്റെ ഒരു പ്രതീക്ഷ എന്താണ്? അല്ല, ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുകൊണ്ടാണ്. ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മാത്രമല്ലോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ പാലക്കാട് ഞങ്ങളുടെ വോട്ട് കൂടിയിട്ടേ ഉള്ളൂ, നിലമ്പൂരിൽ ഞങ്ങളുടെ വോട്ട് കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ടും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുമാണ് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് നിങ്ങളെപ്പോലെ മാധ്യമ അവതാരകന്മാർ വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കും നിങ്ങളോടൊന്നും പറയാനില്ല ആ കാര്യത്തിൽ. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് എണ്ണി ഈ ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല. ഞങ്ങൾ UDF-നെ വെല്ലുവിളിക്കുന്നത് വികസനവുമായി ബന്ധപ്പെട്ട സംവാദത്തിൽ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ്. ഞങ്ങൾ 5 ലക്ഷം വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, പെൻഷൻ തുക കൂട്ടിയിട്ടുണ്ട്, വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, യുവജനങ്ങൾക്ക് കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, സ്ത്രീകളുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അവരെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ അംഗമാക്കിയിട്ട് 1000 രൂപ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആശാ വർക്കർമാർക്ക് അവരുടെ അലവൻസ് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്, അംഗൻവാടി ജീവനക്കാരെ പരിഗണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഏത് മേഖല നോക്കിക്കഴിഞ്ഞാലും, തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ 100 നിയമനങ്ങൾ നടക്കുമ്പോൾ 60 നിയമനങ്ങൾ ഈ കേരളത്തിലാണ് നടക്കുന്നത്. ജനസംഖ്യാനുപാതികമായി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേവലം ഒരു 3-3.5% മാത്രമാണ് ജനസംഖ്യ. പക്ഷെ അവിടെയാണ് സർക്കാരിൻ്റെ നിയമനത്തിൻ്റെ കണക്കുകൾ ഞങ്ങൾ പുറത്തുവിട്ട കണക്കല്ല, UPSC പുറത്തുവിട്ട കണക്കാണ്. ഈ കേരളത്തിലേക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാത്രം 10,000-ൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിലോട്ടെത്തി. UPSC-യുടെ കണക്കാണ്. ഞാൻ പറയട്ടെ, എൻ്റെ അവസരമാണ്. UPSC-യുടെ കണക്കാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. ഞാൻ പരസ്യമായിട്ടല്ലേ പറയുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവിടെ പൂട്ടാൻ തീരുമാനിച്ച സ്ഥാപനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ഇങ്ങോട്ട് ലേലത്തിലെടുത്തിട്ട് അവിടെ മെച്ചപ്പെട്ട തൊഴിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. കോട്ടയത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, വാട്ടർ മെട്രോയുടെ കാര്യം നോക്കിയാൽ മതി. ഇങ്ങനെ സർക്കാർ കൊണ്ടുവന്ന വികസന പരിപാടികൾ, ക്ഷേമ പരിപാടികൾ എന്നിവയായിരിക്കും പ്രധാനമായും മുന്നൽ. അത് അവതരിപ്പിച്ചുകൊണ്ടാണ് ജനങ്ങളോട് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത്, അഭ്യർത്ഥിക്കുന്നതെന്നാണ് സനോജ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അല്ല ജനീഷേ, നിങ്ങൾ നമുക്ക് ഈ പറയുന്ന സംഗതികൾ മാറ്റിവെക്കാം, ഇത്രയും നേരം സംസാരിച്ച സംഗതികൾ മാറ്റിവെക്കാം. ഗവൺമെന്റിന് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വെക്കാനുണ്ട്. വളരെ ആത്മവിശ്വാസത്തോടെ കൊണ്ടുവന്നിട്ടുള്ള വികസന പരിപാടികൾ, ക്ഷേമ പരിപാടികൾ എന്നിവയിൽ ഈ പറഞ്ഞ പലതരം കെടുതികൾക്കിടയിൽ, പലതരം വരിഞ്ഞും മുറുക്കലുകൾക്കിടയിൽ അതിനോട് നിങ്ങൾക്ക് ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ ഉണ്ടോന്നാണ്? അല്ല, ഈ ഗവൺമെന്റ്
വളരെ ആത്മവിശ്വാസത്തോടു കൂടി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പറയുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം ഗവൺമെന്റ് വികസനമല്ല പലപ്പോഴും ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇപ്പൊ സനോജ് ആയാലും സനോജിന്റെ മാതൃപ്രസ്ഥാനമായാലും എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ വിവാദങ്ങളാണ് നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സനോജ് ഇവിടെ ഒരു കണക്ക് വായിച്ചു. ഇപ്പൊ ഇന്ത്യയിലെ നിയമനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത് കേരളത്തിലാണ്. PSC ആണ് ഏറ്റവും കൂടുതൽ കേരള PSC ആണ് ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കൂ. നമ്മുടെ കേരളത്തിലെ നിയമനങ്ങൾ ലാസ്റ്റ് ഗ്രേഡ് തസ്തിക മുതൽ അങ്ങ് മുകളിലേക്ക് PSC നടത്തുന്ന പോലെ തന്നെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും PSC ആണോ നിയമനം നടത്തുന്നത്? കേരളത്തിലെ അധ്യാപക നിയമനങ്ങൾ ഉൾപ്പെടെ PSCയുടെ ഭാഗമായിട്ട് കടന്നു വരുന്ന നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണോ? KSRTCയിലെ നിയമനം നടത്തുന്നത് കേരളത്തിൽ PSC ആണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണോ? അങ്ങനെയല്ല എന്നുള്ളതാണ് വളരെ വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. ഞാൻ വളരെ സമയം ചുരുക്കമായതുകൊണ്ട് മാത്രം ചുരുക്കി പറയുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാ നിയമനങ്ങളും നടത്തുന്നത് PSC അല്ല, മറ്റത് പലതും റിക്രൂട്ട്മെന്റ് ബോർഡുകളുണ്ട്. ആ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ നടത്തുന്ന നിയമനങ്ങൾ സ്വാഭാവികമായും അവിടുത്തെ PSCയുടെ കണക്കിൽ വരില്ല. തമിഴ്നാട് സർക്കാരിന്റെ എടുത്താലും കർണാടക സർക്കാരിന്റെ എടുത്താലും കണക്കുകൾ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ കേരളത്തിലെ സ്ഥിതി അങ്ങനെയല്ല. അപ്പോൾ അതിന്റെ ഭാഗമായി കേരളത്തിനകത്ത് ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ നിയമനങ്ങളുടെ കണക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നിയമനങ്ങളല്ല, അഡ്വൈസ് മെമ്മോ അയക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര അഡ്വൈസ് മെമ്മോ അയച്ചു എന്നുള്ളതല്ല അവർ പറയുന്നത്. എത്ര സ്പാർക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, എത്ര നിയമനങ്ങൾ നടത്തി അതിന്റെ ഭാഗമായി സ്പാർക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, ആ എണ്ണം ഒന്ന് പറയാൻ വേണ്ടി തയ്യാറാകട്ടെ. ആ എണ്ണം പറഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാം. അത് വിശദമായ വേറെ ഒരു ചർച്ചയുടെ പ്രതലാണ്, സംശയമില്ല. എന്റെ സമയം ഒന്ന് അവസാനിച്ചുകൊണ്ട് വെരി സോറി എന്ന് അവസാനിപ്പിക്കാൻ നിർബന്ധനാവുകയാണ്. പ്രശാന്ത്, എനിക്ക് ഒരിക്കൽ കൂടി വരാൻ നിർത്തിയത് മനസ്സിലാക്കൂലേ, സോറി. താങ്ക് യു ജനീഷ്. ഒപ്പം VK സനോജ്, പ്രശാന്ത് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള നിലപാടുകൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്.